ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ പറഞ്ഞായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ്. ഒന്നാമത്തെ പ്രോബ്ലം, എ സ്ട്രക്ചറൽ സ്റ്റീൽ റോഡ് ഹാസ് എ റേഡിയസ് ഓഫ് 10 millimeter and length 1 meter. A force of 10⁵ Newton stretches it along its length. Calculate stress, elongation and strain. Young's modulus of steel equal to 2 × 10⁻11 Newton per meter square. അപ്പോൾ ഒരു സ്ട്രക്ചറൽ സ്റ്റീൽ റോഡും അതിൻ്റെ റേഡിയസ് 10 millimeter ആണ്, ലെങ്ത് 1 meter ആണ്. അപ്പം ആ സ്റ്റീൽ റോഡിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി നമ്മളൊരു 10⁵ ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എലോങ് ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ ലെങ്ത് വൈസ് ആകുമ്പോൾ അവിടെ വരുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനുമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ട്രെസ്സ്, ഇലോങ്ങേഷൻ, സ്ട്രെയിൻ, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ലെങ്ത് വൈസ് ആയതുകൊണ്ട് അവിടുത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഏതാണ്? യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈക്വൽ ടു 2 × 10⁻11 Newton per meter square. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്ട്രെസ് ആണ്. സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 10⁵ Newton തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു യൂണിഫോം റോഡ്, സ്റ്റീൽ റോഡൊക്കെ ആകുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്താ വരുന്നത്? സർക്കുലർ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഏരിയ എഴുതുന്ന ഇക്വേഷൻ എന്താണ്? πr² ആണ് ഏരിയയുടെ ഇക്വേഷൻ. അപ്പോൾ 10⁵ ഡിവൈഡഡ് ബൈ പൈക്ക് പകരം 3.14 ഇൻറ്റു റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? 10 millimeter തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് 10 millimeter ആണ്. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ 10 × 10⁻³ മീറ്റർ. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് 10 × 10⁻³ സ്ക്വയർ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് 3.18 × 10⁸ Newton per meter square എന്ന് കിട്ടുന്നത് സ്ട്രെസ് കിട്ടുന്നത്. അപ്പോൾ ഈ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ നമുക്ക് സ്ട്രെസ് കിട്ടി. യങ്സ് മോഡുലസും തന്നിട്ടുണ്ട്. അപ്പോൾ യങ്സ് മോഡുലസും സ്ട്രെസ് സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? യങ്സ് മോഡുലസ് ഈക്വൽ ടു എന്താണ്? ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ. ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ഏത് സ്ട്രെസ്സാണ്? ലീനിയർ സ്ട്രെസ്സാണ്. അപ്പോൾ ലീനിയർ സ്ട്രെസ് കൊണ്ട് യങ്സ് മോഡുലസും ഉണ്ടെങ്കിൽ സ്ട്രെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം? സ്ട്രെയിൻ ഈക്വൽ ടു ലീനിയർ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ചെയ്യും അല്ലേ? യങ്സ് മോഡുലസ് പറഞ്ഞാൽ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ. അപ്പോൾ ലീനിയർ സ്ട്രെയിൻ ഈക്വൽ ടു ലീനിയർ സ്ട്രെസ് ബൈ എന്തെന്ന് എഴുതാം? യങ്സ് മോഡുലസ്. ലീനിയർ സ്ട്രെസ് എത്രയാണ്? 3.18 × 10⁸ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്? 2 × 10⁻11. ഇത് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 × 10⁻³ എന്ന് കിട്ടും. യൂണിറ്റ് എഴുതാത്ത എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ രണ്ട് ടേംസ് കണ്ടുപിടിച്ചു, സ്ട്രെസ്സും കണ്ടുപിടിച്ചു, സ്ട്രെയിനും കണ്ടുപിടിച്ചു. സ്ട്രെസ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ഇക്വേഷൻ? ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു യൂണിഫോം റോഡാണ്. അപ്പോൾ അതിന് സർക്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് ഏരിയ πr² എന്ന് എടുക്കാം. അപ്പോൾ 10⁵ ഡിവൈഡ് ബൈ 3.14 ഇൻറ്റു റേഡിയസ് മില്ലിമീറ്റർ തന്നിരിക്കുന്നുണ്ട്, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ സ്ട്രെസ് എത്ര കിട്ടി? 3.18 × 10⁸ Newton per meter square കിട്ടി. ഇനി സ്ട്രെയിൻ കണ്ടുപിടിക്കണം. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണ്. യങ്സ് മോഡുലസ് പറഞ്ഞാൽ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണ്. അപ്പോൾ സ്ട്രെയിൻ ഈക്വൽ ടു ലീനിയർ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ട്രെയിനിൻ്റെ വാല്യൂ കിട്ടും. സ്ട്രെയിനിൻ്റെ യൂണിറ്റ് എഴുതാത്ത എന്താണ്? ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഇനി സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേം കൂടെ കണ്ടുപിടിക്കണം, ഇലോങ്ങേഷൻ കണ്ടുപിടിക്കണം. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഇവിടെ ലെങ്ത് വൈസ് ഉള്ള സ്ട്രെയിൻ ആണ്, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ഇവിടുത്തെ ഇലോങ്ങേഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇലോങ്ങേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒറിജിനൽ ലെങ്ത് എത്ര? 1 meter തന്നിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് എത്രയായിരിക്കും? ചേഞ്ച് ഇൻ ലെങ്ത് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ആണല്ലോ. സ്ട്രെയിൻ നമുക്ക് എത്ര കിട്ടി? 1.5 × 10⁻³ എന്ന് കിട്ടി. അപ്പോൾ 1.5 × 10⁻³ ഇൻറ്റു ലെങ്ത് 1. അപ്പോൾ എത്ര വരും? 1.5 × 10⁻³ ആണ് എന്തെന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ ലെങ്ത്. അപ്പോൾ അത്രയും മീറ്റർ ആണ് എന്ത്? ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് മിക്കവാറും യങ്സ് മോഡുലസ് വെച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അടുത്ത പ്രോബ്ലം, ദ ആവറേജ് ഡെപ്ത് ഓഫ് ഇന്ത്യൻ ഓഷൻ ഈസ് അബൌട്ട് 3000 meter.
Calculate the fractional compression delta V by V of water at the bottom of the ocean given that bulk modulus of water is 2.2 into 10 raised to 9 Newton per meter square. അതായത് ഇന്ത്യൻ ഓഷൻ്റെ ആവറേജ് ഡെപ്ത് തന്നിട്ടുണ്ട്. ഡെപ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഹൈറ്റ് ആണ്. കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷണൽ കംപ്രഷൻ, അപ്പോൾ ബൾക്ക് മോഡുലസ് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം കണ്ടുപിടിക്കുക. അതായത് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ സ്ട്രെയിൻ കണ്ടുപിടിക്കുക. അപ്പോൾ ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ ആദ്യം നമ്മൾ എഴുതുക. ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ ഫോഴ്സ് ബൈ ഏരിയ ഹൈഡ്രോളിക് പ്രഷറായിട്ടാണ് എടുക്കുന്നത് ബൈ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇങ്ങനെയായിരുന്നു നമ്മൾ നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നമ്മൾ നെഗറ്റീവ് സൈൻ എടുക്കുന്നില്ല. പി വി ബൈ ഡെൽറ്റ വി, നമുക്ക് എന്താ വേണ്ടത്, ഡെൽറ്റ വി ബൈ വി അല്ലേ. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ്, അപ്പോൾ ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു പി ബൈ ബി എന്ന് കിട്ടും. ഇനി പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പ്രഷർ പി ഈക്വൽ ടു എച്ച് റോ ജി എന്ന് പറഞ്ഞ റിലേഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ബൈ ബൾക്ക് മോഡുലസ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ എന്താണ്, ഇന്ത്യൻ ഓഷൻ്റെ ഡെപ്ത് എത്രയാണ്, 3000. ഇനി ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം എത്രയാണ്, 1000. ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 എന്നോ 10 എന്നോ ഇടുക. കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിവിടെ 10 എന്ന് കൊടുക്കുന്നു. ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട് എത്രയാണ്, 2.2 ഇൻറ്റു 10 റൈസ് ടു 9. ഇതല്ലാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം 0.0136 എന്ന് കിട്ടും. ഇതിനും യൂണിറ്റ് ഇല്ല, കാരണം എന്താണ്, ഇറ്റ് ഈസ് സ്ട്രെയിൻ, ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇവിടെ പ്രഷറിന് പകരം നമ്മൾ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എച്ച് റോ ജി, അതായത് ഹൈറ്റും ഡെൻസിറ്റിയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നെങ്കിൽ പ്രഷർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, എച്ച് റോ ജി ആണ്. ഇവിടെ ഫോഴ്സ് ബൈ ഏരിയയ്ക്ക് പ്രഷറിന് കൊടുക്കാനുള്ള കാരണം എന്താണ്, വോളിയത്തിനാണ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഏതിന് ഈക്വലാണ്, ഹൈഡ്രോളിക് പ്രഷറിന് ഈക്വലാണ്. അതുകൊണ്ടാണ് ഇവിടെ പി എന്ന് കൊടുക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡെൽറ്റ വി ബൈ വി കണ്ടുപിടിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഡെൽറ്റ വി ബൈ വി എന്ന് പറഞ്ഞാൽ പി ബൈ ബി ആയിരിക്കും. പിക്ക് പകരം എച്ച് റോ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷൻ്റെ ഡെപ്ത്, റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട് എത്രയാണ്, 2.2 ഇൻറ്റു 10 റൈസ് ടു 9 ചെയ്യുമ്പോൾ 0.0136 എന്ന് വരും. അടുത്ത പ്രോബ്ലം, എ സ്ക്വയർ ലെഡ് സ്ലാബ് ഓഫ് സൈഡ് 50 cm and thickness 10 cm is subject to a shearing force of 9 into 10 raised to 4 Newton. The lower edge is reverted to the floor. How much will the upper edge be displaced? The shear modulus of lead is 5.6 into 10 raised to 9 Newton per meter square. അതായത് ഒരു സ്ക്വയർ ലെഡ് സ്ലാബ് അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമ്മളൊരു ഷിയറിംഗ് ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ ഒരു സ്ക്വയർ ലെഡ് സ്ലാബ് അതിൻ്റെ അപ്പർ എഡ്ജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു സ്ക്വയർ ലെഡ് സ്ലാബ് ആണെങ്കിൽ ഇതിന് ടാൻജൻഷ്യലായിട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അപ്പർ എഡ്ജിന് എന്ത് സംഭവിക്കും, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കും. ലോവർ എഡ്ജ് എന്ന് പറയുന്നത് അതേപോലെ അവിടെ ഇരിക്കും. അപ്പർ എഡ്ജിന് മാത്രം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഒറിജിനലിൽ നിന്ന് ഇത് ഇത്രയും ദൂരം ഡിസ്പ്ലേസ് ചെയ്തു നമ്മളൊരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുത്തപ്പോൾ. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് ആണ്. ഈ ഷിയർ മോഡൽ എന്താ നമ്മൾ കൊടുത്തേക്കുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട് എത്രയാണെന്ന്, 9 into 10 raised to 4 Newton എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്തേക്കുന്ന സ്ട്രെസ് തന്നിട്ടുണ്ട്, ഷിയർ മോഡുലസും തന്നിട്ടുണ്ട്, ജിയുടെ വാല്യൂയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് ഷിയർ മോഡുലസ് ജിയുടെ ഇക്വേഷൻ എഴുതാം. ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ എന്താണ്, ഷിയറിംഗ് സ്ട്രെയിൻ തീറ്റ എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ എഫ് ബൈ എ ഡിവൈഡഡ് ബൈ തീറ്റയുടെ വാല്യൂ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്, ഡെൽറ്റ എക്സ് ബൈ എൽ എന്നായിരുന്നു എഴുതി. ഈ എൽ അങ്ങ് മുകളിൽ പോകും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും, എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എക്സ് എന്ന് വരും. അതല്ലോ, എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എക്സ്. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ എക്സിൻ്റെ ടേംസിൽ ഇക്വേഷൻ എങ്ങനെ എഴുതുക, എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ജി, എഫ് എൽ ഡിവൈഡ് ബൈ എ ഇൻറ്റു ജി. ഇനി ഇവിടെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറയുമ്പോൾ സ്ക്വയർ ലാബാണ്. അപ്പോൾ നമുക്ക് ഏരിയ എന്തെന്ന് എഴുതാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാണ്,
50 തിക്നെസ് എത്രയാണ് 10, രണ്ടും സെൻറ്റിമീറ്ററില്ല, മീറ്ററിലോട്ടാക്കുമ്പോൾ 50 എത്രയാവും 0.5ഉം ബ്രെഡ്ത്ത് എത്രയാവും 0.1. അപ്പോൾ ചെയ്യുമ്പോൾ എത്രയാണ് 0.05 മീറ്റർ സ്ക്വയർ എന്ന് വരും എന്ത് ഏരിയ. കാരണം 2 സെൻറ്റിമീറ്ററിലാണ്, അപ്പോൾ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ് 9 × 10⁴ ആണ്. ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 മീറ്റർ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.05 മീറ്റർ സ്ക്വയർ ഇൻറ്റു ഇനി നമുക്ക് ഷിയർ മോഡുലസ് എത്ര തന്നിട്ടുണ്ട് 5.6 × 10⁹ എന്ന് തന്നിട്ടുണ്ട്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എത്ര വരും 1.607 × 10⁻⁴ മീറ്റർ എന്ന് വരും. ഇതാണ് അതിൻ്റെ ടോപ്പ് എഡ്ജ് അപ്പർ എഡ്ജ് ഡിസ്പ്ലേസ് ചെയ്ത ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനെ തന്നേക്കുന്നത് എന്താണ്, ഒരു സ്ക്വയർ ലെഡ് സ്ലാബിൽ നമ്മളൊരു ഷിയറിംഗ് ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്കും അതിൻ്റെ അപ്പർ എഡ്ജിൽ നിന്ന് എന്ത് ചെയ്തു ചെറിയൊരു പിന്നെ വേരിയേഷൻ വന്നു. അങ്ങനെയാണെങ്കിൽ ആ വേരിയേഷൻ എത്രയാണ്? അപ്പോൾ ഷിയർ മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതുക. സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെയിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഒറിജിനൽ ലെങ്ത്. അത് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ജി ഡിക്കേഷൻ FL ബൈ എ ഡെൽറ്റ എക്സ് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് അപ്പർ എഡ്ജ് ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സ് = FL / A × G. പിന്നെ ഇത് 2 സെൻറ്റിമീറ്ററിലായിരുന്നു, അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതിൻ്റെ ലെങ്ത് 50 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് 0.5 കൊടുത്തു. ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്തപ്പോൾ നമുക്ക് ഏരിയ കിട്ടി. ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര കിട്ടി 1.607 × 10⁻⁴ മീറ്റർ എന്ന് കിട്ടും. അടുത്തത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇൻ ദ കേസ് ഓഫ് എ വയർ. ഒരു വയറിൻ്റെ കേസിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു വയർ എടുക്കുക, അതിൻ്റെ ഒരു എൻഡ് നമ്മൾ എന്ത് ചെയ്യുക ഫിക്സ് ചെയ്ത് വെക്കുക. ഒരു വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്ത് വെക്കുക. അതിൻ്റെ അനദർ എൻഡിൽ നമ്മളൊരു വെയിറ്റ് അപ്ലൈ ചെയ്യുക, ഫോഴ്സ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അനദർ എൻഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യുക വയറിനെ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സ്ട്രെച്ചിൽ അതർ ഗ്രാജുവലി ആ പ്രോസസ്സ് എന്ത് ചെയ്യുക, അതിനെ സ്ട്രെച്ച് ചെയ്യുന്ന പ്രോസസ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോൾ വരെ ഈ വയർ ബ്രേക്ക് ചെയ്യുന്നത് എന്താ പറയുക, ഒരു യൂണിഫോം വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്യുക, മറ്റേ എൻഡ് എന്ത് ചെയ്യാൻ നമ്മൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ വയറിനെ എന്ത് ചെയ്യുക സ്ട്രെച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക എപ്പം വരെ ആ വയർ ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് സ്ട്രെയിൻ നമ്മൾ എന്ത് ചെയ്യണം ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്തിട്ട് ആ വേരിയേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന കർവാണ് ഇത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, ഒരു വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്തു, മറ്റേ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിനെ ഗ്രാജുവലായിട്ട് അതിന് സ്ട്രെസ്സ് കൊടുത്ത് അതിന് എന്ത് ചെയ്യുക വേരിയേഷൻ ചെക്ക് ചെയ്യുക. ഓരോ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ നമ്മൾ എന്ത് ചെയ്യുക ചെക്ക് ചെയ്യുക. എപ്പം വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക, ആ വയർ ബ്രേക്ക് ചെയ്യുന്നിടം വരെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കേസിൽ ആ വയർ ബ്രേക്ക് ചെയ്യുന്നിടം വരെയുള്ള അതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസ് ആണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ആദ്യം ഗ്രാഫിൽ ഓരോ പോർഷനെ കുറിച്ചാണ് നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. OA എന്ന് പറയുന്ന റീജിയൻ്റെ പ്രത്യേകത എന്താണ്, AB എന്ന് പറയുന്ന റീജിയൻ്റെ പ്രത്യേകത എന്താണ്, BC എന്ന് പറയുന്ന റീജിയൻ്റെ പ്രത്യേകത എന്താണ്, CD എന്ന് പറയുന്ന റീജിയൻ്റെ പ്രത്യേകത എന്താണ്, DE എന്ന് പറയുന്ന റീജിയൻ്റെ പ്രത്യേകത എന്താണ്. ഓരോ റീജിയൻ്റെ പ്രത്യേകതയും ആ ഓരോ പോയിന്റിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം O to A ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഈ ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് അല്ലേ. നമ്മൾ പറഞ്ഞു സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. എപ്പം വരെ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അപ്പോൾ OA എന്ന് പറയുന്ന റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. അപ്പോൾ O തൊട്ട് A വരെ എന്താ പ്രത്യേകത, സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ OA എന്ന് പറയുന്ന റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയും. നമ്മൾ കറസ്പോണ്ടിങ് പോയിന്റ് A വരെയാണല്ലോ ആ ലിമിറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണ് പ്രൊപ്പോർഷണൽ പോയിന്റ് എന്ന് പറയും. അപ്പോൾ ഈ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, here the body regains its original shape when the deforming force is removed. അതായത് O തൊട്ട് A വരെയുള്ള റീജിയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ റീജിയനിൽ എവിടെ വെച്ച് വേണമെങ്കിലും നമ്മൾ ഡിഫോമിങ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന സ്ട്രെച്ചിങ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുക. അതായത് ആ O to A റീജിയനിൽ അതിന് ഏത് ബിഹേവിയറാണ്, ഇലാസ്റ്റിക് ബിഹേവിയറാണ്. അപ്പോൾ O to Aയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അപ്പോൾ അവിടെ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഈ റീജിയനെ പറയുന്ന പേരാണ് ഇത് പ്രൊപ്പോർഷണൽ പോയിന്റ് അല്ലെ പ്രൊപ്പോർഷണൽ ലിമിറ്റ്. A വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണൽ പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഈ റീജിയൻ്റെ പ്രത്യേകത ഇവിടെ എവിടെ വെച്ച് വേണമെങ്കിലും നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ അതെന്ത് ചെയ്യും അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യും. അതായത് അതിന് ഇലാസ്റ്റിക് ബിഹേവിയർ ഉണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ ഹൂക്സ് ലോ പറയുമ്പോൾ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് മാത്രമേ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഇനി അടുത്ത റീജിയൻ ആണ് ഇത് AB എന്ന് പറയുന്ന റീജിയൻ. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ഈ കർവ് സ്ട്രെയിറ്റ് ലൈൻ മാറി അതെന്ത് ചെയ്യും, ഒരു ചെറുതായിട്ടൊന്ന് കർവ് ചെയ്യാൻ തുടങ്ങി. അതായത് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു ചെറുതായിട്ട് കർവ് ചെയ്യാൻ തുടങ്ങി. അവിടെയും സ്ട്രെസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്, പക്ഷെ ഒരു ചെറിയ വേരിയേഷനേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to B യിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താലും എന്ത് സംഭവിക്കും, അതിന് ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ വേരിയേഷൻ മാത്രമേ A to B യിൽ വരുന്നുള്ളൂ. അപ്പോൾ A to B യിലും എന്താണ്, B വരെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ മാക്സിമം ഇലാസ്റ്റിക് ബിഹേവിയർ അറ്റൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അതുകൊണ്ട് ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണിത് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. B എന്ന് പറയുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഈൽഡ് പോയിന്റ്. ഈൽഡ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയാം. അപ്പോൾ A to B ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മാറി ചെറുതായിട്ടൊന്ന് കർവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ എന്താണ്, സ്ട്രെസ് ഓൾമോസ്റ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ഇവിടെയും എന്താണ്, അതിൻ്റെ ഒരു ഇലാസ്റ്റിക് ബിഹേവിയർ, നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ അതിന് ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് AB എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് ആണെന്ന് പറയാം. അവിടെ വരെ എത്തുമ്പോഴത്തേക്ക് എന്താണ്, ഇലാസ്റ്റിക് ലിമിറ്റ് എത്തും. BA പറയുന്ന പേരാണെന്ത്, ഈൽഡ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് BC, അടുത്ത റീജിയൻ ആണ് BC. അപ്പോൾ ഇനി നമ്മൾ പിന്നെയും ഫോഴ്സ് കൊടുക്കുന്നത് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ സ്ട്രെസ് എന്ത് ചെയ്യും, സ്ട്രെസ് ഈ റീജിയനിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അതിൻ്റെ ഈൽഡ് സ്ട്രെങ്തിനേക്കാൾ ഇൻക്രീസ് ചെയ്യും. സ്ട്രെസ് ഡെവലപ്ഡ് എക്സീഡ്സ് ഈസ് ഈൽഡ് സ്ട്രെങ്ത്. അപ്പോൾ ചെറിയ ചേഞ്ച് ഇൻ സ്ട്രെസ് പോലും ലാർജ് ചേഞ്ച് ഇൻ സ്ട്രെയിൻ ഉണ്ടാകും. സ്ട്രെസ്സിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായാലും അവിടെ എന്തുണ്ടാവും, ലാർജ് ചേഞ്ച് ഇൻ സ്ട്രെയിൻ ഉണ്ടാവും. അതാണ് ഈ B to D പോർഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. സ്ട്രെസ്സിൽ ഒരു ചെറിയ ചേഞ്ച് വന്നാലും സ്ട്രെയിനിലുണ്ടാകുന്ന വേരിയേഷൻ എന്താണ്, വളരെ വലുതാണ്. അപ്പോൾ വളരെ വലുതാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇടയ്ക്ക് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു C. ഈ പോയിന്റിൽ വെച്ച് നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ അതിന് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ റീഗെയിൻ ചെയ്യണമെങ്കിൽ അത് എവിടെ എത്തണം, Oയിൽ എത്തണം. പക്ഷേ ഇത് തിരിച്ച് O' എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുക. അതായത് അതിന് ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അതിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ മാറി അത് ഏത് ബിഹേവിയറിലോട്ട് മാറി, പ്ലാസ്റ്റിക് ബിഹേവിയറിലോട്ട് മാറി. അതുകൊണ്ട് CA പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് പെർമനൻ്റ് ആയിട്ട് ഒരു ഷേപ്പ് സെറ്റായി. അതുകൊണ്ട് പെർമനൻ്റ് സെറ്റ് പൊസിഷനാണ് ഏതെന്ന് പറയുന്നത്, C എന്ന് പറയുന്നത്. ഇനി CD എന്ന് പറയുന്ന റീജിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ സ്ട്രെസ് അവിടെ അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഈ D എന്ന് പറയുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് കൊടുക്കാവുന്ന മാക്സിമം സ്ട്രെസ് അതിന്, അതായത് ചെറിയൊരു സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ചെറിയൊരു സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് എന്തായിരിക്കണം, വളരെ വലിയ സ്ട്രെസ് കൊടുക്കണം. അപ്പോൾ കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം സ്ട്രെസ്സാണ് ഏതെന്ന് പറഞ്ഞാൽ D എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയാം. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയും. അപ്പോൾ ആ റീജിയൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ചെറിയൊരു സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ലാർജ് സ്ട്രെയിൻ വേണം. ഇനി പാത്ത് DEയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഇലാസ്റ്റിക് ബിഹേവിയറും പോകും. കംപ്ലീറ്റ് ഇലാസ്റ്റിക് ബിഹേവിയറും പോയിട്ട് അത് ഒരു പ്ലാസ്റ്റിക് ബിഹേവിയറായിട്ട് മാറും, പെർമനൻ്റ് ആയിട്ട് പ്ലാസ്റ്റിക് ബിഹേവിയറായിട്ട് മാറും. നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് മാക്സിമം ആയി കഴിഞ്ഞു. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മാക്സിമം സ്ട്രെസ്സായി, പിന്നെ അത് വലിയാനുള്ള മാക്സിമം വലിഞ്ഞു കഴിഞ്ഞ് കൊടുക്കാനുള്ള ഫോഴ്സും മാക്സിമം ആയിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, വലിഞ്ഞ് അതെന്ത് ചെയ്യും, ബ്രേക്കായി പോകും. അപ്പോൾ ഈ പോയിന്റിനെ പറയുന്ന E എന്ന് പറയുന്ന പോയിന്റിനെ പറയുന്ന പേരാണെന്ത്, ഫ്രാക്ചർ പോയിന്റ്. Eയെ വിളിക്കുന്ന പേരാണിത് ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ D എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്തും E എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫ്രാക്ചർ പോയിന്റ്. ആ Dയും Eയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓരോ വയറിൻ്റെ കേസിലും ഓരോരോ ഷേപ്പായിരിക്കും സ്ട്രെസ് സ്ട്രെയിൻ കർവിന് വരുന്നത്. അപ്പോൾ ഈ Dയും Eയും അടുത്താണെങ്കിൽ, ക്ലോസ് ആണെങ്കിൽ, D and E ക്ലോസ് ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് മോർ ബ്രിട്ടിലാണെന്ന് പറയാം. Dയും Eയും അടുത്താണെങ്കിൽ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, മോർ ബ്രിട്ടിലാണെന്ന് പറയാം.
ഇനി ഡിയും ഇയും തമ്മിൽ നല്ല അകലമുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയാം, മോർ ഡക്റ്റൈൽ ആണെന്ന് പറയാം. ഡി ഇയും തമ്മിൽ കൂടുതൽ അകലമുണ്ടെങ്കിൽ അതിന് എന്താ പറയുക, മോർ ഡക്റ്റൈലാണ്. ഡക്റ്റിലിറ്റിയും ബ്രിട്ടിൽ നേച്ചറും ഒക്കെ മെറ്റീരിയൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡക്റ്റൈൽ എന്ന് പറയുമ്പോൾ അത്രയും നമുക്ക് അതിനെ വലിച്ചു നീട്ടാൻ പറ്റും. അത്രയും വലിച്ചു നീട്ടാൻ പറ്റണമെങ്കിൽ എന്ത് വേണം, ഡി ഇയും തമ്മിൽ ഡിസ്റ്റൻസ് വളരെ വലുതായിരിക്കും. അപ്പോൾ ഡിയും ഇയും തമ്മിൽ ഡിസ്റ്റൻസ് വലുതാണെങ്കിൽ ആ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മോർ ഡക്റ്റൈൽ ആയിരിക്കും. ഡി ഇയും തമ്മിൽ ഡിസ്റ്റൻസ് അടുത്താണെങ്കിൽ അതെന്തായിരിക്കും, ബ്രിട്ടിൽ നേച്ചർ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാണ്ട് 2 കർവ് തരും. ഡി ഇയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എ എന്ന് പറയുന്ന മെറ്റീരിയലാണോ ബി എന്ന് പറയുന്ന മെറ്റീരിയലാണോ മോർ ഡക്റ്റൈൽ അല്ലെങ്കിൽ മോർ ബ്രിട്ടിൽ ഏത് മെറ്റീരിയൽ, 2 കർവ് തരും. നമുക്ക് 2 സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ചുമ്മാ 2 സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നിട്ട് ഇപ്പോൾ ഇവിടെ ഡിയും ഇയും ഇത്രയും ഡിസ്റ്റൻസാണ്. അടുത്ത സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നിട്ട് ഇത് ഡിയും ഇ1 തന്നിരുന്നു. അപ്പോൾ ഇതിലേതാണ് മോർ ഡക്റ്റൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡി ഇയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. ഡി ഇയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇത് എ എന്ന് പറയുന്ന മെറ്റീരിയൽ, ഇത് ബി എന്ന് പറയുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ആരാണ് മോർ ഡക്റ്റൈൽ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായിട്ട് ബി ആണ് മോർ ഡക്റ്റൈൽ എന്ന് പറയും. ഇനി ആരാണ് മോർ ബ്രിട്ടിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്, അതുകൊണ്ട് എ ആണ് മോർ ബ്രിട്ടിൽ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ പറ്റി. അപ്പോൾ എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്നറിയണം, അതിൽ ഓരോ പോയിന്റ്സിൻ്റെ പേരെന്താണെന്ന് അറിയണം, അതിൽ നിന്ന് മോർ ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണ്, മോർ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. അതെങ്ങനെയാണ്, നമ്മുടെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്തും ഫ്രാക്ചർ പോയിന്റും നമ്മുടെ ഡിസ്റ്റൻസ് അടുത്താണെങ്കിൽ ആ മെറ്റീരിയൽ എന്താണ്, മോർ ബ്രിട്ടിലാണ്. അകലെയാണെങ്കിൽ ആ മെറ്റീരിയൽ എന്താണ്, മോർ ഡക്റ്റൈലാണ്. അപ്പോൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഒരു വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്യുന്നു, മറ്റേ എൻഡിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു. ഓരോ സ്റ്റേജിലെ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ മാക്സിമം കൊടുക്കാവുന്ന സ്ട്രെസ് വന്ന് അത് ബ്രേക്ക് ആവുന്നിടം വരെയുള്ള റീഡിങ്സ് എടുക്കുക. എന്നിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒ എന്ന് പറയുന്ന റീജിയൻ്റെ പ്രത്യേകത സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് പറയാം, പ്രൊപ്പോർഷണൽ പോയിന്റ് എന്നും എയെ പറയുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. അപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റും. എ ടു ബി ആകുമ്പോഴത്തേ അത് ചെറുതായിട്ട് കർവ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ നമ്മൾ എന്താ പറയുക, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. ബി എ പറയുന്ന പേരാണ് ഈൽഡ് പോയിന്റ്. ഇവിടെയും അതിനെന്ത് ചെയ്യാൻ പറ്റും, ഇലാസ്റ്റിക് ബിഹേവിയർ ഉണ്ട്. പിന്നെ ബി കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴേക്കും അതിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ മാറി വരുന്നു, അതായത് പ്ലാസ്റ്റിക് നേച്ചർ ആവുന്നത്. അതായത് സിയിലെത്തുമ്പോഴത്തേക്കും നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ അതിന് ഒറിജിനൽ പൊസിഷൻ എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ നമുക്കെന്ന് പറയാം പെർമനൻറ്റ് സെറ്റ് സ്റ്റേജ് എന്ന് പറയും. പിന്നെ അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വളരെ വലുത്. അപ്പോൾ ഡി എ പറയുന്ന പേരാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെയിൻ. പിന്നെ നമ്മൾ അങ്ങോട്ട്, അതായത് അതിന് വലിയാവുന്ന മാക്സിമം സ്ട്രെയിൻ. പിന്നെ അത് കഴിഞ്ഞ് എത്ര ഫോഴ്സ് കൊടുത്താലും എന്ത് പറ്റത്തില്ല, അതിന് പറ്റാവുന്നതിൻ്റെ മാക്സിമം. പിന്നെ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ഫ്രാക്ചർ ആയി പോകും. അപ്പോൾ ഇ എ പറയുന്ന പേരാണ് ഫ്രാക്ചർ പോയിന്റ്. ഇനി ഡിയും ഇയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ആ മെറ്റീരിയൽ മോർ ബ്രിട്ടിൽ ആയിരിക്കും. ഡിയും ഇയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ആ മെറ്റീരിയൽ എന്തായിരിക്കും, മോർ ഡക്റ്റൈൽ ആയിരിക്കും. ഇത്രയാണ് ഈ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്.